ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നൊരു മൂവി പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മൂവീൻ്റെ ആൾക്കാരൊക്കെ നമുക്ക് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മൂവി പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതിൽ ആദ്യം ഒന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു സ്റ്റോറി വേണം, അല്ലേ? ആ സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോസ്റ്ററിലുള്ള ഒരു മീനിങ് കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ഈ മൂവീൻ്റെ ടൈറ്റിൽ കിട്ടണം. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് അതിൻ്റെ സ്റ്റോക്കുകൾ, ഈ ഇതിനനുസരിച്ചിട്ടുള്ള പോസ്റ്ററിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ കിട്ടണം. അപ്പോൾ ആ സ്റ്റോക്കുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതുണ്ടാക്കണം, പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പോൾ ആ പോസ്റ്റർ പോസ്റ്ററിൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ടൈറ്റിൽ ഉണ്ടാക്കുന്നത്. സിനിമാക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ടൈറ്റിൽ വരും. ആ ടൈറ്റിലിൻ്റെയും കഥയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഡയമെൻഷൻ, ഒരു എത്ര റേഷ്യോയിലാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാനാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിന് ശേഷം പോസ്റ്റർ, ഇപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂമിൻ്റെ ഒരു ഇൻറ്റീരിയറാണ്. അതിൽ ഇൻറ്റീരിയറിലൊരു ഒരു മിറർ ഉണ്ടാവും. ആ മിറർ വരയ്ക്കുകയാണ്. ആ മിറർ വരച്ചിട്ട് അതിൻ്റെ ആ സോപ്പ് വെക്കുന്ന ആ ഒരു ഏരിയയിൽ ഒരു ഗണ്ണുണ്ടാവും. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മദ്യം ഉണ്ടാവും. പിന്നെ അതൊരു സ്റ്റീൽ ഫ്രെയിം ആയിരിക്കും കേട്ടോ. ഒരു നല്ല തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ റസ്റ്റി ആയിട്ടുള്ള നല്ല ടെക്സ്ചറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിമാണ്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ നായകൻ പാൻ്റ് ഇട്ടിട്ട് പുറം തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊരു ബാത്റൂമിൻ്റെ ഒരു ഏരിയ ആയിരിക്കും. ആ മിററിലൂടെ കാണുകയാണല്ലോ. അപ്പോൾ ആ മിറർ ബാത്റൂമിലാണ്. ആ മിററിലൂടെ കാണുന്ന ഏരിയയിൽ ആ നായകൻ ഇരുന്നിട്ട് കുളിക്കുകയാണ്. ചുമര് കയ്യിൽ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നായകൻ്റെ പുറംഭാഗമാണ് കാണുന്നത്. പാൻ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് രക്തക്കറകൾ താഴത്തിങ്ങനെ ഉണ്ടാവും. ടൈൽസ് വരക്കുകയാണ്. ഓക്കെ, അപ്പോൾ പുറത്തും നമുക്ക് ആ ടൈലിൻ്റെ വലിയ ടൈലുകൾ കൊടുക്കുക. കാരണം മിററിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല വലിയ ടൈലല്ലേ വരിക. അവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അതേപോലെ ഇവിടെ മൂവി ക്രെഡിറ്റ്സുകൾ കൊടുക്കുക. താഴത്ത് കുഞ്ഞു കുഞ്ഞ് ലൈനുകൾ, ഓരോ ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, സംവിധായകൻ്റെ ഇതിൻ്റെയൊക്കെ പേരുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഏരിയാസ് നോക്കാം. ടൈൽ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുക്കേണ്ടത് ടൈൽസിൻ്റെ സ്റ്റോക്ക് കിട്ടും. ഓക്കെ, അതേപോലെ മെറ്റൽ ഫ്രെയിംസിൻ്റെ സ്റ്റോക്ക് കിട്ടണം. പിന്നെ ഒരു ഗണ്ണിൻ്റെ സ്റ്റോക്ക് വേണം. പിന്നെ ആ ഒരു ഗ്ലാസ്സിലുള്ള മദ്യത്തിൻ്റെ ഡ്രിങ്കിൻ്റെ സ്റ്റോക്ക് വേണം. പിന്നെ നമുക്ക് ആ നായകന് വേണം, ഒരു ചുമരമ്മ ഇതാക്കിയിട്ടുള്ളൊരു നായകൻ വേണം, കൈ വെച്ചിട്ടുള്ളൊരു നായകൻ വേണം. പിന്നെ ഷവർ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, പിന്നെ നമുക്ക് ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലഡാണ് ഈ ചങ്ങായിൻ്റെ മേത്തുള്ളത്. അപ്പോൾ കുറേ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് സ്റ്റെയിൻസ് എന്നുള്ളതാണ് വരുന്നത്. ബ്ലഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ രക്തക്കറയാണ്. അപ്പോൾ ഞാൻ അവസാനം വന്നിട്ടുള്ള കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ, മൂവി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കറ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കറ എന്നുള്ള ടെക്സ്റ്റ്, ആ ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മൂവി പോസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു പോസ്റ്ററിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാം. ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് മൂവി പോസ്റ്ററിലേക്ക് കിടക്കാം. മൂവി പോസ്റ്ററിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എങ്ങനെ സ്റ്റോക്കുകൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്ര നോക്കിയിട്ടും ഇങ്ങനെ ഈ ചുമരുമ്മ കൈ വെച്ചിട്ടുള്ള ആളുണ്ടല്ലോ, ഇത് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇനി അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ആ നായകൻ എന്ന് പറഞ്ഞാൽ മേത്ത് കൂടി ടാറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അയാളൊരു സാധാരണക്കാരനാണ്. അപ്പം സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ഇത് വെച്ചിട്ട് ഞാൻ മറ്റേ ജെമിനി വെച്ച് ജനറേറ്റ് ചെയ്ത് എടുത്തതാണിത്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു നായകൻ്റെ, നമ്മൾ നേരത്തെ കണ്ട മിററിൻ്റെ അകത്തുള്ള ആളുടെ വെച്ചിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ആയിട്ടൊരു വേണ്ടത് എന്താ വെച്ചാൽ സൈറ്റാണ് വേണ്ടത്. സൈറ്റ് അല്ല, സോറി, ഇത് റേഷ്യോ. എത്ര റേഷ്യോയിലാണ് നമ്മൾ മൂവി പോസ്റ്റർ ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്ക് സാധാരണ ചോദിച്ചു നോക്കാം. നമുക്ക് ഒരു മൂവി പോസ്റ്ററേ പോർട്രേറ്റ് മൂവി പോസ്റ്റേഴ്സ്, ഇതിൻ്റെ ഒരു ഒരു റേഷ്യോ, ഒരു സൈസ് എത്രയെന്നുള്ളത് നമുക്ക് നോക്കട്ടോ. കുറച്ച് നീളത്തിലുള്ളതാണ് ഇതിലൊക്കെ കാണുന്നത്. കണ്ടോ, കുറച്ച് നീളം കൂടുതലാണ്.
എല്ലാത്തിനൊരു കുറച്ച് ചിലതൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാലും കോമൺ ആയിട്ട് കാണുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു നീളം കൂടുതൽ എന്തായാലും എല്ലാത്തിനും ഉണ്ട്. എടാ ഒരു നീളം കൂടുതലുണ്ട്. നമുക്ക് ഇതിൻ്റെ എടുക്കാം. ഇത് കോപ്പി ചെയ്താൽ നമുക്ക് ആ ഒരു കറക്റ്റ് റേഷ്യോ കിട്ടും. കോപ്പി എടുത്ത് ഫോട്ടോഷോപ്പിൽ വരിക. ഫോട്ടോഷോപ്പ് വരിക. ന്യൂ ഫയൽസ് കൊടുക്കുമ്പോൾ ക്ലിപ്പ് ബോർഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, കാരണം നമ്മൾ സേവ് ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡിലല്ലേ. കോപ്പി ചെയ്തിട്ടുള്ള ക്ലിപ്പ് ബോർഡിലേക്കാണ് നമ്മളുടെ സൈസിൻ്റെത് വരിക. അപ്പോൾ 720 1006 കണ്ടോ, 720 1006 അത് നമ്മൾ എടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ ഇതെന്തത് എന്നിട്ട് നമ്മളതിന് അതിൻ്റെ റെസൊല്യൂഷൻ ഒരു 300 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഇമേജ് ആയിരിക്കും. 3000 4000 സൈസിലാണ് അത് വരിക. അതിൻ്റെ ഒരു റേഷ്യോ റേഷ്യോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു 4:6 ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കുകൾ കൊണ്ടുവന്നിടാം. കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ, മാവേലിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റോക്കുകൾ കൊണ്ടുവന്നിടാം. അതിനാദ്യം വേണ്ടത് നമുക്കൊരു ബാത്റൂം മൊത്തം ഒരു ചുമരാണല്ലോ അല്ലേ. ആ ബാത്റൂമിൽ നടുവിലാണല്ലോ ആ ഒരു മിറർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ചുമരനെ ഉണ്ടാക്കാം. ഞാനിങ്ങനെ ഒരു ചുമര് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വേണോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇത് മതി. അത് നേരെ ഫോട്ടോഷോപ്പിൻ്റെ പുതിയൊരു ഡോക്യുമെൻ്റായിട്ട് കൊണ്ടുവന്നിടുക. ഓക്കെ, നമുക്ക് താഴെയുള്ള ഈ ഒരു ഇതെടുക്കുക. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടുക. ഇത് വേണ്ട. ഓക്കെ, കൊണ്ടുവന്നിടുക. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാൻ ഞാൻ ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് അടിക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള Alt Shift Ctrl W ആണ്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റിൽ പോയിട്ട് കീബോർഡ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് നേരെ ചെറുതാക്കി കൊണ്ടുവരികയാണ്. ചെറുതാക്കിയിട്ട് ഇത്ര ചെറുതാവില്ല, കുറച്ചും കൂടി വലുതാക്കിയിട്ട് എന്നിട്ടൊരു ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇരുന്നോട്ടെ. നമ്മൾ മാസ്ക് വെച്ചിട്ട് ഈ ഒരു ഏരിയ ഇറേസ് ചെയ്ത് കളഞ്ഞ് ഈ കളർ മാച്ചിങ്ങും ലൈറ്റ് മാച്ചിങ്ങും ഇപ്പം നോക്കണ്ട കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇനി ഇത് നമുക്ക് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതേപോലെ ഇത് 4 വീണ്ടും സെലക്ട് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ അത് കറക്റ്റാവും. ഓക്കെ, ഏകദേശം ഇങ്ങനെ കിട്ടില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ടിത് ഈ ഒരു ഇത് ഇത്രയും ഭാഗത്താണല്ലോ കുറച്ച് ലൈറ്റ് ഉള്ളത് അല്ലേ. ആ ലൈറ്റ് നമുക്ക് കുറക്കണം. ഇത് മാത്രം ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ക്ലിപ്പ് ചെയ്യുക. ഒരു ലെയർ ക്ലിപ്പ് ചെയ്തിട്ട് ഈ കളർ ഉണ്ടല്ലോ അത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അതിനൊരു മൾട്ടിപ്ലൈ കൊടുക്കുക. മൾട്ടിപ്ലൈ കൊടുത്തിട്ട് നോക്കിയാൽ അതിൻ്റെ കളർ ഇങ്ങനെ മാച്ച് ആവുന്നത് പോലെ തോന്നും. ഓക്കെ, എപ്പോഴും സൂം ഔട്ട് ചെയ്ത് സൂം ചെയ്ത് നോക്കട്ടെ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഈ മൊത്തം സെലക്ട് ചെയ്ത് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വലുതാക്കിയിട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് മൊത്തത്തിൽ Ctrl Shift Alt W അതാണ് എൻ്റെ ഷോർട്ട് കട്ട് ഇട്ടാ. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാനുള്ള ഷോർട്ട് കട്ടാണ്. ഇതിൽ മൊത്തത്തിൽ ലൈറ്റിങ്ങും അതിൻ്റെ ഷാഡോയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ഒന്നും കൂടി അങ്ങോട്ട് മാച്ചിങ് ആയിട്ട് വരും. തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് അതിൽ കണ്ട പോലെ ഒരു സ്പേസ് കൊടുക്കണം ടൈറ്റിലിന്. ഇത്രയും ഭാഗം ടൈറ്റിലിന് കൊടുക്കണം കേട്ടോ. ഇവിടെ ടൈറ്റിൽ വരിക, ഇത്ര ഭാഗം കൊടുക്കുക ടൈറ്റിലിന്. ഓക്കെ, ഇത് ടൈറ്റിലിന് കൊടുക്കുക. അതേപോലെ ക്രെഡിറ്റിന് ഇത്ര കൊടുക്കണം, എത്ര കൊടുക്കുക ക്രെഡിറ്റിന്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്താണ് ആ കണ്ണാടി വരിക. മനസ്സിലായ? കണ്ണാടി ഇത്ര വരുള്ളൂ. സ്ക്വയർ കണ്ണാടി വേണോ എന്നുള്ള സ്ക്വയർ കണ്ണാടി ആയിക്കോട്ടെ, ഇത്ര വരും കണ്ണാടി ട്ടാ. ഓക്കെ, ടൈറ്റിലിന് കുറച്ചും കൂടി കുറക്കാം.
ടൈറ്റിൽ ഇവിടെ മാത്രം മതി, കറ എന്ന് പറഞ്ഞിട്ട് ട്ടാ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നീളത്തിലുള്ളൊരു കണ്ണാടി കിട്ടും. യെസ്, ഇത്രയും ഭാഗത്ത് കണ്ണാടി വരും. അപ്പോൾ നമുക്ക് അതിലൊരു സെലക്ഷൻ കൊടുത്തിട്ട് നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. സെലക്ഷൻ കൊടുത്ത് Ctrl+Shift+N അടിച്ച് Ctrl+Delete അടിച്ചാൽ അവിടെ ഒരു ഷേപ്പ് വരും. അങ്ങനെ വെച്ചാൽ സെലക്ഷൻ കൊടുക്കുക, Ctrl+Shift+N അടിക്കുക, അപ്പോൾ പുതിയ ലെയർ വരും. എന്നിട്ട് Ctrl+Delete അടിച്ചാൽ എന്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള കളറ് ഇതിനുണ്ട്. ഇപ്പോൾ വെള്ള കൊടുത്തിട്ടുള്ളത് അതാണ് വരിക. അപ്പം നേരെ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ Ctrl+Shift അടിച്ചാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വരും. ഇനി Alt+Delete അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ വരിക. കണ്ടോ, ഞാൻ എപ്പോഴും ആ ഒരു ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് Ctrl+Delete ആണ് അടിക്കാറുള്ളത്. അപ്പോൾ വെള്ള വരും. ഇപ്പോൾ വെള്ളം വന്നാലും ബ്ലാക്ക് ആക്കാൻ Ctrl+I അടിച്ചാലും മതി. അതൊന്നും വലിയ സീനില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് കണ്ണാടിയും ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇത് സെലക്ഷൻ കൊടുക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ ഒരു ലെയറിൻ്റെ അകത്ത് തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ വരും. എന്നിട്ട് ഞാൻ Ctrl+G അടിച്ച് അതൊരു ഗ്രൂപ്പ് ആക്കും. എന്നിട്ട് ഇവിടെ മാസ്ക് കൊടുക്കും. മനസ്സിലായ? ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്ത് നടന്നാലും പുറത്തേക്ക് അത് എത്തൂല. നോക്കിക്കോ, ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കളറിലാണ്, ഞാൻ ഇപ്പോൾ റെഡ് കളറിൽ വരഞ്ഞു വരുന്നത്. പുറത്തു കൂടെയൊക്കെ സംഭവം എന്തുണ്ട്, പുറത്തു കൂടെയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ ഷിഫ്റ്റ് അടിച്ചാൽ മാസ്ക് ഡിസേബിൾ ആവട്ടോ, തൽക്കാലത്തേക്ക് ടെമ്പററി ഡിസേബിളിംഗ് ആണ്. കണ്ട, മാസ്കിൻ്റെ അകത്ത് എല്ലാം നടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെറ്റൽ ഫ്രെയിം പോലത്തെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് തപ്പിയപ്പോൾ കിട്ടിയതാണ്. കണ്ട, ഇതൊക്കെ കിട്ടി, നൈസായിട്ട് കിട്ടി. അതേപോലെ അങ്ങനത്തെ ഇരുമ്പിൻ്റെതൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആദ്യം. അവസാനം ഞാൻ മെറ്റലിൻ്റെ ഫ്രെയിം തന്നെ എടുക്കുക, എന്നാൽ കൂടുതൽ പണിയില്ലല്ലോ, എടുക്കുക. ശരിക്കും നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ. ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഗ്രേഡിയൻറ്റ് കിട്ടും. ഇതാ, ഈ ഗ്രേഡിയൻറ്റ് കോപ്പി ചെയ്യുക, ഇതോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ഗ്രേഡിയൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രേഡിയൻറ്റ് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ജസ്റ്റ് കാണിച്ചു തരികയാണേ, ഞാൻ അതല്ലിട്ട് എടുക്കാൻ പോണത്. ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മെറ്റലായി. അതേപോലെ ഇവിടെ കൊടുന്ന് വെക്കുക, പിന്നെ ഇങ്ങനെ ചെരിക്കുക, കൊടുന്ന് വെക്കുക, ഇവിടെ കൊടുന്ന് വെക്കുക. അങ്ങനെ കൊടുന്ന് വെച്ചതിന് ശേഷം ഈ സാധനം ഉണ്ടല്ലോ, ഇത് മാസ്ക്, ഇതിന് വേറൊരു മാസ്ക് കൊടുത്തിട്ട് ബ്രഷ് എന്താ പറയുക, പെൻ ടൂൾ എടുത്തിട്ട് സെലക്ഷൻ കൊടുത്ത് ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. കണ്ടാ, ഈ സെയിം സാധനം തന്നെയാണ് ഫ്രെയിമിൻ്റെത്. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രെയിം മാത്രം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെടുക്കണോ എന്നുള്ള ഇതെടുക്കാം. ഇതിൽ ഇത്ര ഭാഗം മതി, വലിയൊരു ഫ്രെയിം വേണ്ട നമുക്ക് കേട്ടോ, ഇത്ര ഭാഗം മതി. ഓക്കെ ഓക്കെ, അത് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സ്മാർട്ട് ഒബ്ജക്റ്റ് അടിച്ച് ഒന്ന് നൈസായിട്ടൊന്ന് ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഫിറ്റാക്കി നിർത്തുക. ഇപ്പോൾ ഈ ഭാഗം കുറച്ച് കൂടുതൽ, ഈ ഭാഗം കുറച്ച് കുറവാണ് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉള്ളിലാക്കി കൊടുത്തയച്ച് ആൾട്ട് പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇത് കുറച്ച് ഉള്ളിലാക്കണോ, ഈ ഭാഗത്ത് കുറച്ച് പുറത്തേക്കാക്കാം. കണ്ടോ, ഒന്ന് ഇവനായി കിട്ടിയില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ വെള്ളയാണ് കളയാം. ഈ വെള്ളം നമുക്ക് ഫുൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സേവ് കൊടുക്കുക, അങ്ങനെ കിട്ടും. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ബ്ലാക്ക് എന്നുള്ളതൊരു ഗ്രേ കളർ കൊടുക്കാം. ഒരു ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലാക്ക് കളർ എപ്പോഴും ഇങ്ങനെ ഒരു ഇതിൽ നിന്നാൽ, ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി കിട്ടും. അപ്പോൾ ഇതൊന്നും ബ്ലാക്ക് ആക്കിയിട്ട് ഡിസൈൻ ചെയ്താൽ നമുക്കൊരു സുഖം കിട്ടില്ല. എപ്പോഴും ഒരു മീഡിയം ഗ്രേ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു
തിങ്ക് ചെയ്യാനുള്ളൊരിത് കിട്ടുള്ളൂ. അതൊക്കെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പം എൻ്റെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് ആക്കാറ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഇയാളെ കിട്ടണം അല്ലേ. ഈ ജീൻസ് നിർത്തണമെന്നുള്ള നമ്മൾ ആ ഒരു നമ്മുടെ സ്റ്റോക്കിൽ ഇയാളൊരു ഫുൾ പാൻ്റ് ഇട്ട് നിർത്തിയെന്നല്ലേ. നമുക്കിപ്പോൾ ഗൂഗിളിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ജെമിനിയിൽ. അത് നമുക്കൊന്ന് പയറ്റി നോക്കാം. ജെമിനി എടുക്കുക, എന്താ ട്രൈ എഡിറ്റിംഗ് അവർ ബെസ്റ്റ് മോഡൽ നാനോ ബനാന എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്റ്റോക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആയിട്ട് പറയണത്. നമ്മളുടെ ഈ ഒരു ഇമേജ് അയാൾ കുളിക്കുന്ന ഇമേജാണ്. അപ്പോൾ നമ്മൾ കാണാം ഐ നീഡ് എന്താ വരാത്ത ഹാങ് ആയോ? ഇവിടെ വന്നേക്കണം. I need this image in wide angle as the man shows his pants and legs also. ഒരു കാര്യം കൂടി ചെയ്തിടാം. ആഡ് ബ്ലാക്ക് പാൻറ്. എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കിയത് കേട്ടോ. ട്രൗസറാണല്ലോ തന്നത്. ട്രൗസറല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ലോങ് പാൻറ്റാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് പേസ്റ്റ് ചെയ്തിട്ടേ ഐ നീഡ് ബ്ലാക്ക് ലോങ് പാൻസ് അടിക്കുക വിത്ത് ഷൂ കൂടി ഉണ്ടായിക്കോട്ടെ. ഇയാൾ ഒരാളെ കൊന്ന് വന്നിട്ട് കുളിക്കുകയല്ലേ. നമുക്ക് നോക്കാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പരിപാടി ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ. ആ മിററിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. പക്ഷേ നമ്മളുടെ വീഡിയോ പിന്നെ എന്തിനാണ്, ഫോട്ടോഷോപ്പ് പഠിക്കാനല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാത്രം ഇതിൽ എടുത്തിട്ട് മറ്റേത് അങ്ങനെ ചെയ്യാം. ഓക്കെ, യെസ്, ഇതൊരു വിധം ഓക്കെയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൊടുക്കാം. സേവ്. ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, ക്ലാരിറ്റി കൂട്ടാം. മറ്റേ ടോപ്പസിലോ ഇതിലൊക്കെ ഇട്ടിട്ട് അപ്പ് സ്കെയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലാരിറ്റി കൂട്ടാം. ഞാൻ ഇവിടെ ടോപ്പസാണ് ഉപയോഗിക്കുന്നത്. ടോപ്പസ് എടുത്തിട്ട് ക്ലാരിറ്റി കൂട്ടാം. അപ്പ് സ്കെയില് മാക്സിമം ഉണ്ടായിക്കോട്ടെ. ഹൈ ഫിഡിലിറ്റിയിൽ ഓക്കെ. ഓക്കെ, ഓക്കെ, അത് വന്നിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് ഫോട്ടോഷോപ്പിലിടാം. നമുക്ക് ഇയാളെ അങ്ങോട്ട് ഇട്ടിക്കാം. കോപ്പി, ഇവിടെ പേസ്റ്റ്. അത് നമുക്കിതൊന്നേ സേവ് ചെയ്യണം കേട്ടോ. ഈ ഫയലൊന്ന് സേവ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ നേരെ വലിച്ച് ഗ്രൂപ്പ് കൊണ്ടുപോയിടാം. ചെറുതാക്കുക. ഒരു കാര്യം ചെയ്താലോ, പൗതി തന്നെ മതി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ തന്നെ എടുത്തൂടെ. പൗതി തന്നെ എടുക്കാം. കോപ്പി, ഇതും കൂടിയാണ് എടുക്കുക. അത് മൊത്തത്തിലാണ് വരട്ടെ. നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. ചെറുതാക്കി ഇവിടെ കൊടുന്ന് ായി. ഷവറൊക്കെ ഞാൻ ഇവിടെ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, ഈ ചുമര തന്നെ ആക്കണം. അയാളെ മാത്രം നമുക്ക് മാറ്റിട്ടാ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണം ഇയാളെ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം.
ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോ റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺട്രോൾ എ അടിച്ച് നമ്മുടെ ഫോട്ടോ റൂമിൽ വരിക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 5000 ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇവിടെ 5831 ഉണ്ടല്ലോ, അത് കുറക്കണം. അപ്പോൾ ഞാനത് കുറക്കാൻ വേണ്ടിയിട്ട് റെസൊല്യൂഷനാണ് കുറക്കുന്നത്. മറ്റേത് കുറച്ചാൽ എന്താ വെച്ചാൽ അപ്പുറത്ത് നമ്മളൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അവിടെ അത് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പി പേസ്റ്റ് എന്താ വരാത്തത്, ഒന്നുകൂടി കുറച്ച് നോക്കാം കേട്ടോ. 4000 ഇത് എന്ത് പ്രശ്നം, ഒരു മിനിറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ കുറക്കാം. ഇവിടെ ഒരു 4000 ആക്കാം. ഇത് കൊടുത്തിട്ട് 4000. ഓക്കെ, ഷിഫ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ വരും, വരും. ഇനി നമ്മൾ അടിക്കാം ഇവിടെ, കാരണം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് വലുതാക്കി വെച്ചാൽ മതിയല്ലോ. ഡൗൺലോഡ് കൊടുത്ത് സ്റ്റാൻഡേർഡ്, ഓക്കെ, സേവ്, ഇത് വലിച്ച് ഇട്ടിടുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്തു അത്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ആൻഡ് മാസ്കിൽ പോവാം. കാരണം ഇവിടെ എഡ്ജ് സോഫ്റ്റാണ്. നമുക്ക് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഡ്ജ് നല്ല കട്ടിയാക്കാൻ പറ്റും. സേവ് കൊടുക്കുക, ബാക്കിലേക്ക് വരിക. യെസ്, സംഭവം കിട്ടിയില്ലേ? ഇത്ര ഉള്ളു പരിപാടി. നമുക്ക് ഇളന്ന് വലുതാക്കി വെക്കാം. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഷവറും കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാം. ഷവർ അല്ലേ, ഷവർ അവിടെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നല്ലോ. അതാക്കണം. ഷവർ എടുത്തു. ഷവർ ഇതെടുക്കണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇതെടുക്കാം. ഇതെടുത്തു, കോപ്പി, സ്റ്റോക്കൊക്കെ ഒന്ന് കളയട്ടെ, അല്ലെങ്കിൽ നിറച്ചിങ്ങനെ ഉണ്ടാവും അവിടെ. എടുത്ത് കഴിഞ്ഞത് പിന്നെ നമ്മൾ ഒഴിവാക്കാൻ നല്ല മേളുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ലോഡായി കയറാം. പേസ്റ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, ലൈവ് ഭാഗം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞിട്ട് വെച്ചു. ഓക്കെ, അടുത്തത് നമുക്ക് ചുമര് ഉണ്ടാക്കണം അല്ലേ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചുമര് ജസ്റ്റ് നൈസായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോവുക. ഇങ്ങനെ വെക്കുക ചുമരിൽ. ചുമരുമ്മ ഓന് ഇതാക്കിക്കല്ലേ, കൈ വെച്ചിക്കല്ലേ. ഓക്കെ, ഇവിടെ ചെറിയ പ്രശ്നം ഇട്ട് ശരിയാക്കണം. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ടല്ലോ, അത് താത്തി കൊടുത്താൽ മറ്റിടത്തും ശരിയായിക്കോളും. താഴെ ഈ ഒരു ഭാഗം നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതുകൊണ്ട് ഇവിടെ ശരിയായത്, ഇവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം. അപ്പോൾ റെഡിയായി. നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ വെക്കുക. ഇറേസർ എടുക്കുക, ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ഇതാക്കിയിട്ട് തുമ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ വെക്കുക. യെസ്, ഇപ്പോൾ സെറ്റായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണമെന്നറിയാം. ഇയാളുടെ മേലത്ത് കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കുറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്, അത് എടുത്തു വെക്കണം. ഓക്കെ, അതിന് മുമ്പായിട്ട് കണ്ണാടിൻ്റെ ഇവിടുത്തെ ഒരു ടേബിൾ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ, ആ ടേബിൾ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ വെക്കാം. ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കണ്ണാടിൻ്റെ അത് ഉണ്ടാക്കിയതുപോലെ വെക്കട്ടോ. ഇതാണ് കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പുറത്ത്, കണ്ണാടിൻ്റെ പുറത്താണ്. യെസ്, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിതേ
പെൻ ടൂൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, സെലക്ഷൻ കൊടുത്ത് മാസ്ക് കൊടുക്കുക. എനിക്ക് ഇതും വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഫോട്ടോ റൂം വഴി ചെയ്യാം കേട്ടോ. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ ഫോട്ടോ റൂം ഉപയോഗിക്കുമ്പോൾ നല്ല മടിയന്മാരായി മാറിപ്പോവും. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പെൻ ടൂളൊക്കെ ഉപയോഗിക്കണം കേട്ടോ. നല്ല പ്രിസൈസ് കട്ടിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കണം. എപ്പോഴും ഫോട്ടോ റൂം ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് കയറ്റി വെക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്താണ് എന്ത് വരിക, നമ്മുടെ ഗണ്ണ് അല്ലേ. അപ്പോൾ ഗണ്ണും നമുക്ക് എന്ത് ചെയ്യാം, ഇതുമെന്ന് കൊടുന്ന് വെക്കാം. ഗണ്ണും ഞാൻ ഇവിടെ സ്റ്റോക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആ ഗണ്ണും ഇതിലേക്ക് കൊണ്ടുവന്നിടാം. ഒന്ന് സേവ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിലേ എപ്പോഴാണ് പോവുക പറയാൻ പറ്റില്ല. അപ്പോൾ ഗണ്ണ് നല്ലൊരു ആംഗിൾ ഇപ്പോൾ ഏതാ കിട്ടുക എന്നുള്ളത് നോക്കട്ടെ. ഇത് നല്ലൊരു ആംഗിളാണ് തോന്നുന്നത് കേട്ടോ, നല്ലൊരു ആംഗിളാണ് തോന്നണോ. കോപ്പി പേസ്റ്റ്, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി ഇട്ടിടാം. നോക്കട്ടെ കേട്ടോ, ഒപ്പാസിറ്റി കുറച്ച് നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂക്ക് ചെയ്താൽ പറ്റും തോന്നണോ. നമുക്കിങ്ങനെ ഇത് ഓക്കെയാണ്. ഇത് വെക്കട്ടാ, അതവിടെ നിന്നോട്ടെ. അടുത്തത് നമ്മുടെ ഇത് കള്ളിൻ്റെ ഇതെവിടെ, കള്ള് നമുക്കേ എടുത്ത് കോപ്പി അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെക്കാം. കള്ള് ഇടന്നോട്ടെ. ഓക്കെ, കള്ളും തോക്കിപ്പോൾ തൽക്കാലം ഹൈഡ് ചെയ്തേക്കാം. നമുക്കേ ഈ ചെങ്ങായിൻ്റെ മേത്ത് കുറച്ച് മുറികൾ ആഡ് ചെയ്യാം. അത് സ്മാർട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ആഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലെയർ ഇതിൻ്റെ അകത്താവും. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇയാളുടെ മേത്ത് നമുക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് വൂൺസ് ആഡ് ചെയ്യണം കേട്ടോ. ഈ വൂൺസ് ആഡ് ചെയ്യാം. കോപ്പി എടുത്തു, പേസ്റ്റ് ചെയ്തു, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി, ചെറുതാക്കി, ഇത് വിളന്നോട്ടെ. അതേപോലെ ഇതുണ്ടായിക്കോട്ടെ. ക്ലോസ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഇത് ഫുള്ള് വന്നാ ഒലക്ക ഒരു മിനിറ്റ്. എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഇത് ഓക്കെ. നല്ല വാരിൽ നല്ല പണി കിട്ടിക്കോട്ടെ. ഇവിടെ നോട്ടെ. ഞാൻ ആദ്യം ടാറ്റു ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചത്. ടാറ്റു കൊടുത്താൽ ഇത് സാധാരണക്കാരനായി മാറില്ല. സാധാരണക്കാർക്ക് ടാറ്റു ഇല്ല എന്നല്ല, ഇയാളൊരു ഗാങ്സ്റ്റർ ഒന്നല്ല. അതാണ് എൻ്റെ മൈൻഡിലുള്ളൊരു കഥ കേട്ടോ. കഥക്കനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ഇടി കിട്ടിയ പാടും.
ഇയാളുടെ തോളത്തുണ്ടായിക്കോട്ടെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പാടുകൾ വേണമല്ലേ. ഈ മൗസിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ. ഓക്കെ, കോപ്പി. ഇത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ബ്രഷ് കൊടുത്താൽ ശരിയാവും കേട്ടോ. നീങ്ങണില്ല, മൗസ് മാറ്റാനായിക്കണം. ഓക്കെ, അടുത്തൊരു ഡിപ്പാട് എന്ന് പറയുന്നത് ഇതെങ്ങനെയുണ്ട്? അത് പോരാ 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 പോരാ. ഓ, ഇത് നല്ലൊരു പാടാണ്. അത് കുറച്ച് വലുപ്പത്തിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇത്രയും പാടുകളാണ് ഇയാളുടെ മേത്തുള്ളത്. ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ളൊരു ഐഡിയ പോലെ തന്നെ ഈ സാധനം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സ്മാർട്ട് സെലക്ഷൻ കൊടുക്കുക, ഇയാളുടെ മേത്ത് മൊത്തം സെലക്ഷൻ കൊടുത്തിട്ട് ഇത് മൊത്തം ഒരു ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിന് മൊത്തം മാസ്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്താലും പുറത്തേക്ക് എത്തൂല. അപ്പോൾ നമുക്കിത് ചെയ്യാം ഫസ്റ്റ്. ഇനി നമുക്ക് ആ രക്തക്കറ മാത്രം സെലക്ട് ചെയ്യാം. അതിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്മാർട്ട് ഓബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കയറി നല്ല കൺഫ്യൂഷൻ ആവരുതിട്ടാ. ഈ രക്തക്കറ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാനൽസ് എടുക്കുക. ചാനൽസ് ഇവിടെ കാണുകയാണെങ്കിൽ വിൻഡോയിൽ കയറിയിട്ട് ചാനൽസ് എടുത്താൽ മതി. ചാനൽസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രക്തം നല്ല കറുപ്പ് കളർ കാണുന്ന ഏത് ചാനലിലാണ് നോക്കുക. അപ്പോൾ ഗ്രീനിലാണ് കാണുന്നത്. നേരെ ഗ്രീന് വലിച്ചിട്ട് ഇവിടെ പുതിയ ഒരു പ്ലസ് ഐക്കണുണ്ട്, ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രീൻ കോപ്പി വരും. ഗ്രീൻ കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് Ctrl+L ചെയ്ത് കൊതുക്. ഓക്കെ, നമ്മൾ നേരെ ലെയറിൻ്റെ ലെവൽസ് ബ്ലാക്ക് നല്ലോണം കൂട്ടുക. ഇതെല്ലാം കുറച്ചിട്ട് ആ ബ്ലാക്ക് നല്ല വിസിബിൾ ആവുന്ന രീതിയിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ Ctrl+I അടിക്കുക. ഐ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിലെന്ത് സംഭവം നടക്കുന്നത് വെച്ചാൽ വെള്ള കളർ കാണുന്നതൊക്കെ സെലക്ഷൻ വരും, ബ്ലാക്ക് കളർ കാണുന്നതൊക്കെ സെലക്ഷൻ ഔട്ടാവും, പോവും. നമ്മൾ നേരെ നമ്മുടെ ബേൺ ടൂൾ എടുക്കുക. ബേൺ ടൂളിൽ മിഡ് ടോണിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് വേണ്ടാത്ത ഏരിയ ഉള്ളത് അത് മൊത്തം ഡാർക്ക് ആക്കാൻ പറ്റും. ഇങ്ങനെ കണ്ട, അതൊന്നും വേണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇതും മുകളിലുള്ള ഭാഗം എവിടെയൊക്കെയാണ് നമുക്ക് രക്ത കളർ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ഏരിയാസിൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ബ്രഷ് ചെറുതാക്കിയിട്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കൊടുത്താൽ ഇത് കണ്ടോ, അതിൻ്റെ ഈ വൂണ്ടിൻ്റെ ഭാഗമൊക്കെ നമുക്ക് വേണ്ട തന്നെയാണ്. അവിടെ ഇങ്ങനെ ഉള്ളിൽ കൊടുക്കുക, വീണ്ടും ആൾട്ട് റിലീസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പുറത്തു കൂടി ഇതാക്കുക. നമുക്ക് വേണ്ട ഏരിയാസ് മിസ്സാവുന്ന സമയത്ത് ആൾട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നേ. ഇപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കളയട്ടെ. ഈ ഭാഗത്തൊക്കെ ഇവിടെ ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ബേൺ ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സെലക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സാധാരണ ഈ സെലക്ഷൻ നമുക്ക് വീണ്ടും ബ്രഷൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ചെറിയ കുത്ത് കാണുന്നുണ്ട് അല്ലേ, എടുത്തിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ബ്ലാക്ക് കളർ കൊടുക്കുക. കാരണം ഈ ചാനൽസിൽ നമുക്ക് സാധാരണ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ, ലെയേഴ്സിൽ ചെയ്യുന്ന പോലത്തെ എഫക്റ്റുകളൊക്കെ കൊടുക്കണം പറ്റുമോ, അതൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഫിൽറ്റർ കയറിയിട്ട് നമുക്ക് ഷാർപ്പൻ കൊടുക്കാം. ഇപ്പോൾ കണ്ട അത് ഷാർപ്പനായി, ഇവിടെ കണ്ട ഷാർപ്പനായത്. അപ്പോൾ നമുക്ക് സെലക്ഷൻ സോഫ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാർപ്പൻ കൊടുത്താൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സെലക്ഷൻ കൊടുക്കണം. ഇതാണ് സെലക്ഷൻ. സെലക്ട് ചെയ്തു. എന്നിട്ട് നേരെ ലെയേഴ്സിൽ വന്നാൽ ഇവിടെ ഉണ്ടാവും ആ വൂണ്ടിൻ്റെ സെലക്ഷന്. നേരെ മാസ്ക് കൊടുത്താൽ ആ വൂണ്ട് മാത്രം സെലക്ട് ചെയ്ത് കിട്ടും. Ctrl+S അടിച്ച് സേവ് ചെയ്യുക, ബാലറ്റിലോട്ട് വരിക. അപ്പോൾ കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളുണ്ട്, എന്നാലും ഇത്രയും ഭാഗം വരും. ഇനി നമ്മൾ നേരെ ഇത് മൾട്ടിപ്ലൈ കൊടുത്ത് നോക്കുക. കണ്ട അതിൻ്റെ റിയലിസ്റ്റിക് ആ മുറിയായത് കണ്ട, നല്ല പക്കയായിട്ട് മുറിയണായി. അതേപോലെ ഞാൻ ഈ മുറികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു തവണ കാണിച്ചു തന്ന പോലെ തന്നെ ആ മുറികളൊക്കെ ചെയ്യാൻ പോകണം. ഓക്കെ,
ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്ന് വലുതാക്കിയിട്ടേ ഒന്ന് കൺട്രോൾ G അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഈ സാധനം വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. പണ്ടര കൊതുക് ഇങ്ങനെ മേത്ത് പിടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണമെന്നറിയാം? ഇത് കുറച്ച് ഇൻറ്റൻസിറ്റി കുറക്കട്ടതിൻ്റെ. ഓക്കെ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം സ്മാർട്ട് ഒബ്ജക്റ്റ് ഇതാക്കി മറ്റേ മൾട്ടിപ്ലൈ ആക്കിയാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ. എന്നിട്ട് ഇതിന് മാസ്ക് കൊടുത്തിട്ട് ബ്രഷ് എടുത്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ഫ്ലോ ഒരു 10-12 ആക്കാം. 12 ആക്കിയിട്ട് ഇവിടെ നല്ല അടി കിട്ടിയൊരു പാട് വരുത്തണം. കണ്ടോ? നൈസായിട്ട് ഇങ്ങനെ വരച്ചാൽ ഇവിടെ അങ്ങനെ ഒരു പാട് വരും. ഇതേ പാട് നമുക്ക് ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൈയിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൈയിന് ഇപ്പോൾ ഒന്നും വന്നിട്ടില്ലല്ലോ. കൈയിനെ നമുക്കിങ്ങനെ ഇവിടെ വരുത്താൻ പറ്റും. മാസ്ക് കൊടുക്കുക, കൺട്രോൾ I അടിക്കുക, ഈ ഒരു ഏരിയസിൽ കണ്ടോ കൈക്ക് നല്ല പരിക്ക് വന്ന മാതിരി ഉണ്ട്. അതേപോലെ ഈ കൈക്കും ഒരേ സ്ഥലത്ത് ഉണ്ടാക്കിയത് സിമെട്രിക്കലായി ഉണ്ടാക്കാൻ പാടില്ല. ചെറുതാക്കിയിട്ട് നമുക്ക് കൊടുക്കാം വിരലിന്. ഓക്കെ. ഈ ഒരു 2 വിരലിന് നല്ല പരിക്കുള്ള പോലെ കൊടുക്കാം. ഓക്കെ. ഇപ്പം നല്ല വൂണ്ടഡ് ആയിട്ടുള്ളൊരു മനുഷ്യനെ നമുക്ക് കിട്ടി അല്ലേ? ഷിഫ്റ്റ് അടിച്ച് S അടിച്ച് കൺട്രോൾ S അടിച്ച് ബാഗൊക്കെ വരിക. അങ്ങനെ കിട്ടി. ഇനി നമുക്ക് കുറച്ച് രക്തക്കറകൾ വേണം. അത് ഇതിൽ ഞാൻ കൊടുത്തിട്ട് ഇതിൽ ഈ ഒരു സാധനം എടുക്കാം നമുക്ക് തൽക്കാലം കേട്ടോ. ബാത്റൂമിൻ്റെ ചുമരുമകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ടെക്സ്ചർ കൊടുത്തു നോക്കാം. അത് ചിലപ്പോൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ വരിക, മൾട്ടിപ്ലൈ ആക്കിയിട്ട് ബാത്റൂമിൻ്റെ ചുമരിൻ്റെ മുകളിലായിട്ട്. ഓക്കെ. ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ചെയ്യേണ്ട, താഴത്തുനിന്ന് മാത്രം മതി. അപ്പോൾ നമ്മൾ മാസ്ക് കൊടുത്ത് കൺട്രോൾ I അടിച്ച് ബ്രഷ് എടുക്കുക. ഫ്ലോ 12 തന്നെ, ചില ഭാഗത്ത് മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാത്തത്. കാരണം നമുക്ക് ഈ സാധനം തന്നെ മേലെ കൊണ്ടുപോയിട്ട് പിന്നെ ചെയ്യാനുള്ളതാണ്. വേണ്ട, മാസ്ക് കൊടുക്കുക, കൺട്രോൾ I അടിക്കുക, അങ്ങനെ കൊടുക്കുക. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഗണ്ണ് കൊടുത്തു അല്ലേ? ഗണ്ണ് കൊടുത്തു, മറ്റേ കുപ്പി വന്നു. ഓക്കെ. നമുക്കിനി നേരെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ഡാർക്ക് ടോണല്ലേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈൽസിന് നമ്മളൊരു ടെക്സ്ചർ കൊടുക്കണം. ഓക്കെ. ഒരു എന്ത് ടെക്സ്ചറാണ് കൊടുക്കുക? ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കൊടുക്കണം. കാരണം ഒരു ചളിയൊക്കെ ആയ പോലെ നല്ല ക്ലീനൊന്നും ആവണ്ട, അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു ചുമരം നല്ലത്. അപ്പോൾ ഈ ടെക്സ്ചർ നമുക്ക് കൊടുത്തു നോക്കാം. നമ്മൾ ഓവർലേയോ അല്ലെങ്കിൽ ഓവർലേ കൊടുത്തൊക്കെ. ഓവർലേ കൊടുത്തിട്ട് നമുക്കതിൻ്റെ കർവ് കുറച്ച് താഴ്ത്തണം. നമുക്കിത് മൾട്ടിപ്പിൾ കൊടുത്തൊക്കെ, കാരണം ടൈല് വെള്ളയല്ലേ. മൾട്ടിപ്പിൾ കൊടുത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടാ. ഇതന്നെ നമുക്ക് മുകളിലും കൊടുത്തു നോക്കാം. ചെറുതാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അത് വന്നു. ഈ സാധനം തന്നെ നമുക്ക് നമ്മളെ ഫ്രെയിമിന് കൊടുത്തു നോക്കാം. ഫ്രെയിമിന് കൊടുത്തിട്ട് നമുക്ക് ഫ്രെയിമിന് വന്ന്, പക്ഷേ ഫ്രെയിം അത്ര അങ്ങോട്ട് എന്താ പറയുക, അതാവാൻ പാടില്ല, റസ്റ്റി ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു സംഭവം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ സാധാരണഗതിയിൽ ഒപ്പാസിറ്റി കുറക്കുക. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡിഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ്. അത് ശ്രദ്ധിക്കുക. നമ്മൾ നേരെ ലെയർ സ്റ്റൈലിൽ പോവുക. ഇവിടെ തംബ്നെയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ബ്ലാങ്ക് ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരും. കണ്ടോ? ബ്ലെൻഡിങ് ഓപ്ഷനിൽ താഴെയായിട്ട് കറൻറ്റ് ലെയർ, അണ്ടർലൈങ് ലെയർ എന്നുണ്ട്.
ഇതിൽ ഈ അണ്ടർലൈൻ ലെയറിലാണ് പരിപാടി നടക്കുന്നത്. അണ്ടർലൈൻ ലെയർ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീക്കുമ്പോൾ നമ്മളെ താഴത്തുള്ള ഫ്രെയിമിൻ്റെ ബ്ലാക്ക് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് ഡാർക്കായിട്ടുള്ള ഏരിയാസിൽ നിന്നും നമ്മൾ മുകളിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഏത് ബ്ലെൻഡ് സ്റ്റൈലിലാണ്? നമ്മുടെ ടെക്സ്ചറാണ്. അപ്പോൾ ആ ടെക്സ്ചർ താഴത്തുള്ള ലെയറിൻ്റെ ബ്ലാക്ക് ഏരിയാസ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടെക്സ്ചറിൻ്റെ ബ്ലാക്ക് കളറിലുള്ള അണ്ടർലൈൻ ലെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലാക്ക് നമ്മളിങ്ങനെ കുറച്ച് കൊടുത്താൽ ആ ബ്ലാക്ക് ഏരിയാസിൽ നിന്ന് ടെക്സ്ചർ ഇങ്ങനെ പോണ മാതിരി തോന്നും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വൈറ്റ് ഒന്ന് കുറച്ച് നോക്കാം. കണ്ടോ? വൈറ്റ് കുറച്ചപ്പോൾ വൈറ്റ് ഏരിയാസിൽ നിന്നും അത് പോയി. നമുക്ക് വൈറ്റ് ഏരിയാസിൽ നിന്ന് കുറച്ച് കുറക്കുക വേണ്ടത്. കാരണം ഇത് മെറ്റലാണല്ലോ. അപ്പോൾ മെറ്റൽ ഏരിയാസ് കുറച്ചും കൂടി കാണണം. ഡാർക്ക് ഏരിയാസിൽ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ നിലനിന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇത്ര മതി. എന്നിട്ട് ഇതിപ്പോൾ 2 എണ്ണം കാണുക. അതിൽ 1, 2 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കുനിപ്പ് കാണുന്നത്. അത് നമ്മൾ പൊട്ടിക്കണം. ആൾട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ റൈറ്റ് സൈഡ് തന്നെ പൊട്ടിക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാൻ പറ്റും. കണ്ടോ? അത് ലെയറിലുള്ള മാറ്റങ്ങൾ നോക്കണേ. കണ്ടോ? മനസ്സിലായോ? ഇതിപ്പോൾ ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര സ്മൂത്ത് ആവില്ല. കണ്ടോ? ഇവിടെ ഒരു സ്മൂത്ത്നെസ് കമ്മിയാവും. അപ്പോൾ നമ്മളിത് ആൾട്ട് പ്രസ് ചെയ്ത് പൊട്ടിക്കുക. കണ്ടോ? നൈസായിട്ട് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ കൊടുക്കുക. കണ്ടാൽ മെറ്റലൊരു നല്ല സൂപ്പർ സാധനമായിട്ട് വന്ന്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പാണല്ലോ. ഇതിന് ഗ്രൂപ്പിൻ്റെ അടിയിലൊരു ലെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷാഡോ കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ നല്ല ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഇതാണ് ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറെന്ന് കരുതുന്നു. അത് കളർ സെലക്ട് ചെയ്തിട്ട് ഫ്ലോ എടുക്കുക. ഫ്ലോ കുറച്ചിട്ട് ഓരോ മൂലയിലും ഒരു ക്ലിക്ക് കൊടുത്ത് ഷിഫ്റ്റ് അമർത്തുക, വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, വരയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇനി ബ്രഷ് ചെറുതാക്കിയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, വരയ്ക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, വരയ്ക്കുക. നമുക്ക് ഈ മധ്യക്കുപ്പിയും തോക്കുപ്പ് തൽക്കാലം ഹൈഡ് ചെയ്യുക. കുറക്കുക. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ആക്കുക. ഇപ്പോൾ ഉണ്ടോ ആ ഒരു ഷാഡോ കറക്റ്റായിട്ട് ഇങ്ങനെ. ഇപ്പം നമുക്ക് മാനുവലി ഓരോ പല മെത്തേഡും ഉണ്ട് കേട്ടോ ഷാഡോ കൊടുക്കാൻ. ഡ്രോപ്പ് ഷാഡോ കൊടുത്തിട്ടും വേണമെങ്കിൽ ഇത് കൊടുക്കാം. മൊത്തം ഈ ഗ്രൂപ്പിന് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്താൽ മതിയല്ലോ അല്ലേ? നമുക്ക് ഏത് ആംഗിളിലും ആണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് റെഡിയാക്കാം. പക്ഷേ മാനുവലായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് മാനുവലി ചെയ്യാൻ എനിക്കിഷ്ടം. നമ്മൾ ഒന്നും കൂടി ഒരു ലെയറും കൂടി ഉണ്ടായിട്ട് മൾട്ടിപ്ലൈ കൊടുത്തിട്ട് ഫ്ലോ കുറച്ചും കൂടി കുറക്കുക. ഒരു 8 ആക്കുക. എന്നിട്ട് ഇങ്ങനെ എഡ്ജിൽ ഇങ്ങനെ നൈസായിട്ട് വെറുതെ ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ താഴത്തും. കാരണം ഈ സാധനം താഴത്തേക്ക് വരുമ്പോൾ അപ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് വരും. ആ ലൈറ്റ് വരുമ്പോൾ താഴത്ത് നല്ല ഡാർക്ക് കാരം. കണ്ടോ? ഡാർക്ക് കാരം. ഇനിയും വേണമെങ്കിൽ ഡാർക്ക് കേട്ടോ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ബ്രഷ് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഡാർക്കായിട്ട് കൊടുക്കാം. താഴത്ത് ഒന്നായിട്ട് ഡാർക്കും വേണമെങ്കിൽ ആക്കാം. കണ്ടോ? അങ്ങനെ നൈസായിട്ട് ഇവിടെ മാത്രം കുറച്ച് ലൈറ്റ് ആവുന്ന രീതിയിൽ അവിടെ ടെക്സ്ചറൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരിക. ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ബ്രഷ് എടുക്കുക. ഏറ്റവും മുകളിൽ ബ്രഷ് എടുക്കുക. ഇവിടെ നിന്നൊരു ലൈറ്റ് വരും അല്ലേ? ആ ലൈറ്റ് ഇതിൻ്റെ മുകളിലേക്ക് തട്ടുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും. കണ്ടോ? ഒരു ലീക്ക് ലൈറ്റ്, ഒരു എഡ്ജ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും. അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ മുകളിൽ വരയ്ക്കുക. ഇത് കണ്ടോ? മനസ്സിലായോ? ഈ സാധനം ഉണ്ടാവും. അപ്പോൾ അതുണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് ഈ ഷവർ ഉണ്ടല്ലോ, ഷവർ ട്രാൻസ്പെറൻ്റ് ആക്കണം അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷവറിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റ് എടുക്കുക. ഷവറിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണല്ലോ അല്ലേ? ഇത് ന്യൂ സ്മാർട്ട് ഒബ്ജക്റ്റ് കേട്ടോ. റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് Ctrl+J അടിക്കാതെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ സ്മാർട്ട് ഒബ്ജക്റ്റ് വയ കോപ്പി എന്നടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഞാൻ എന്തെങ്കിലും ഉള്ളിൽ കയറിയിട്ട് ചെയ്യുന്ന സാധനം ഇതിൽ അപ്ലൈ ആവില്ല. ഞാൻ Ctrl+J അടിച്ചിട്ട് ഇതിലെന്തെങ്കിലും ഒരെണ്ണത്തിൽ മാറ്റിയാലും മറ്റേലും മാറും. നേരെ മറിച്ച് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇങ്ങനെ കൊടുത്ത് കോപ്പി കൊടുത്ത് ചെയ്താൽ ഇതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഒരു സാധനം കൊടുത്ത് സേവ് അടിച്ചാലും ഈ സാധനം 2 ഡിഫറെൻറ്റ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറും.
ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. കാരണം മുകളിലത്തെ ലെയറിൽ ഈ ഷവറും താഴത്തെ ലെയറിൽ മുകളിലത്തെ ലെയറിൽ ഈ ഒരു മെറ്റൽ സാധനം, ഷവറിൻ്റെ സാധനം, താഴത്ത് എനിക്ക് ഈ വാട്ടറുമാണ് വേണ്ടത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചിലപ്പോൾ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ആദ്യം ഈ മെറ്റലിൻ്റെ സാധനം മാത്രം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് സെലക്ഷൻ കൊടുത്ത് മാസ്ക് കൊടുത്ത് ഇവിടെ കൊടുന്ന്. ഓക്കെ, ഷവറും ഉണ്ട് അവിടെ അപ്പുറത്തായത്തല്ലേ. ഈ ഷവർ ഉണ്ടല്ലോ, ഈ ഷവറിൽ നിന്ന് നമുക്ക് ഈ വെള്ളം എടുക്കണം. എങ്ങനെ നമ്മൾ വെള്ളം എടുക്കും? ഒരുപാട് ട്യൂട്ടോറിയൽ യൂട്യൂബിലുണ്ട് എങ്ങനെയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ സാധനം എടുക്കുക എന്നുള്ളത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീനാക്കട്ടോ. ഇങ്ങനെ സ്ക്രീനാക്കിയാലും ഈ വെള്ളം കിട്ടും. പക്ഷേ എനിക്ക് അതിൻ്റെ വെള്ളം മാത്രം കിട്ടണം. അപ്പോൾ നമ്മൾ എടുക്കുക, ചാനൽസ് പോവുക. വീണ്ടും ചാനൽസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളം നല്ല ക്രിസ്പായിട്ട് കാണുന്നത് ഏത് ചാനലിലാണ് നോക്കുക. എനിക്ക് കാണുമ്പോൾ ഗ്രീൻ തന്നെയാണ്. ഗ്രീന് കോപ്പി ചെയ്യുക, കൺട്രോൾ എൽ അടിച്ച് ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞ് വൈറ്റ് മാത്രം ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സെലക്ഷൻ കൊടുക്കുക, ലെയേഴ്സ് എടുക്കുക, കൊടുക്കുക. കണ്ടോ, അപ്പോൾ വെള്ളം കിട്ടി. പക്ഷേ ഈ വെള്ളത്തിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിലിട്ടാൽ നമുക്കിങ്ങനെ ഡാർക്കായിട്ട് കാണും അല്ലേ. അപ്പോൾ അതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള കളർ ഇടണം. എന്നിട്ടത് ഇതിൻ്റെ താഴേക്ക് ക്ലിപ്പ് ചെയ്യണം. ഇത് മൊത്തത്തിൽ വെള്ളയാവും. കണ്ടോ, അപ്പോൾ വെള്ളയായാലും നമുക്കത് കാണില്ല. അപ്പോൾ ഇതിങ്ങനെ ഗ്രാജുവലി നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡാർക്ക്നെസ്സും ലൈറ്റ്നെസ്സും കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ വരും. ഇനി ഞാൻ അത് സേവ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇത് മുകളിലാക്കാണ് എടുക്കുന്നത് ഞാൻ. വാട്ടർ മുകളിലാണ് വേണ്ടത്. ഓക്കെ, നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാസ്ക് വെച്ചിട്ട് കളഞ്ഞാൽ മതി. മാസ്ക് എടുത്തിട്ട് ഫ്ലോ കുറച്ച് കൂട്ടി കൊടുത്തോണ്ട്. ഓക്കെ, ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ വാട്ടർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. വാട്ടർ ഇവിടെ, വാട്ടർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ ബ്രഷ് എടുത്ത് കുറച്ച് ഇങ്ങനെ കുറക്കുക കേട്ടോ. അതേപോലെ ഇവിടെയും തൊട്ട് താഴെയുള്ള ഇതും ഇൻറ്റൻസിറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നീളം കൂട്ടി കിട്ടും. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇയാളുടെ മുഖത്ത് എന്താ പറയുക, ഇത് തട്ടണതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്സുകൾ വരണമല്ലോ. അത് നമുക്ക് ഗ്രൂപ്പ് അടിച്ച് ഇതാദ്യം എവിടേക്കാണ് വരേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ തലമ്മേ അല്ലേ, തല അവിടെ അങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ തലൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കാണിക്കണമെങ്കിൽ കുറച്ചിവിടെ ഇതിങ്ങനെ കുറച്ച് കൊടുക്കുക. ഫ്ലോ കുറച്ച് കൊടുത്ത് ഇനി ആ ഒരു വാട്ടർ ഡ്രിപ്ലെസ് നമുക്ക് ഇടണം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് എടുക്കുക. ഇപ്പോൾ ഒരു ബ്രഷ് സെറ്റാണ് ഇതൊക്കെ. ഈ ബ്രഷ് സെറ്റ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. അതിൽ കുറേ ബ്രഷുകളുണ്ട്. ഇങ്ങനെ വാട്ടർ സ്പാറ്റർ ചെയ്യുന്ന ബ്രഷുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് വരുന്നത്. അത് നമുക്ക് സ്കാറ്റേഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് വിൻഡോയിൽ ബ്രഷ് സെറ്റിങ്സിൽ പോവുക. അതിൽ നമ്മൾ സ്കാറ്റർ കൊടുക്കുക. സ്കാറ്റർ ഇങ്ങനെ കൊടുത്താൽ ഇതിങ്ങനെ കിട്ടും. കൗണ്ട് കൂട്ടിയിട്ട് കൗണ്ട് കൂട്ടണ്ട, സ്പേസ് ഇവിടെ കൂട്ടിയാൽ മതി. സ്കാറ്ററിങ്ങിൽ കുറച്ച് സ്കാറ്റർ ഉണ്ടായിക്കോട്ടെ, കൗണ്ട് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല.
ഇതേണ്ട, നമുക്ക് വെള്ളം ഇങ്ങനെ ഇതാക്കുന്ന മാതിരി തോന്നും ഇയാളുടെ മേത്ത്. ഞാൻ ഉദ്ദേശിച്ച സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെ ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പോൾ അയാളുടെ മേത്ത് കുറച്ച് വെള്ളത്തുള്ളികൾ ഇങ്ങനെ കിട്ടും. ഇനി എനിക്ക് വേണ്ടത് ഒരു ഷാഡോ വേണം അല്ലേ? അയാൾ നിൽക്കുന്നതിൻ്റെ ഒരു ഷാഡോ വേണം. അപ്പോൾ ഞാൻ അയാളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. അയാളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ ഷാഡോയും ഇതിൽ വേണം കേട്ടോ. എല്ലാ സകലമാന ഷാഡോയും ഇതിൽ വേണം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇയാളുടെ ഒരു ഗ്ലോബൽ ഷാഡോ താഴത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ താഴത്ത് ഇങ്ങനെ ഒരു ഷാഡോ വരണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇമേജിൽ പോയിട്ട് പപ്പറ്റ് വാർപ്പ് എടുക്കുക. എന്നിട്ട് നമ്മളിത് പപ്പറ്റ് വാർപ്പ് എന്താ വെച്ചാൽ നമ്മൾക്കൊരു ഒരു സാധനം നമുക്കിങ്ങനെ ഒരു ആണി അടിച്ച് വെക്കാം. ഇവിടെ ഞാൻ ആണി അടിച്ച് വെച്ച്, എന്നിട്ട് ഈ ആണി പിടിച്ചിട്ട് വലിച്ചാൽ ബാക്കിയുള്ളതൊക്കെ കറങ്ങും, പക്ഷേ ഈ ആണി പിടിച്ച് വെച്ച ഭാഗം മാത്രം അനങ്ങൂല. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് പപ്പറ്റ് വാർപ്പിൽ ഇയാളുടെ 2 കൈയുമേ ആണി അടിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ ഈ ബോഡി മൊത്തം താഴേക്കാണ് വലിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, കണ്ട, ഇങ്ങനെ കിട്ടും. മനസ്സിലായ? ഇനി അതൊരു ബ്ലറാക്കുക. അതിന് അത്യാവശ്യം കുറച്ച് ബ്ലർ കൊടുത്ത് Ctrl U അടിച്ചത് ബ്ലാക്ക് ആക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ആക്കിയിട്ട് കുറച്ച് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. കണ്ട, അപ്പോൾ ആ ഒരു ഷാഡോൻ്റെ ഒരു ഒറിജിനാലിറ്റി കണ്ടില്ല, മനസ്സിലായില്ല? ഇനി ഞാൻ ആ ഒരു ഷാഡോ, എവിടെ ഷാഡോ, ഷാഡോ, അതിന് മാസ്ക് കൊടുക്കുകയാണ്. മാസ്ക് കൊടുത്തിട്ട് Ctrl I അടിച്ച് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം ഷാഡോ മതി. ഫ്ലോ കുറക്കുക. ഇവിടെ വേണം ഷാഡോ, ഇവിടെയും ഷാഡോ വേണം. വിരലിൻ്റെ ഷാഡോ നമുക്ക് പിന്നെ കൊടുക്കുക, കാരണം അത്രയും റിയലായിട്ട് കൊടുക്കേണ്ടതാണത്. ഓക്കെ, ഇനി നമുക്ക് വിരലിൻ്റെ ഷാഡോ കൊടുക്കാം. ബ്രഷ് എടുക്കുക, ഫ്ലോ ഒരു 10-13 ആക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാം. മുകളിൽ നിന്നാണ് ഷാഡോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേറ്റവും ഡാർക്ക് കളർ എടുക്കുക. ഇതാണ് ഏറ്റവും ഡാർക്ക് കളർ. ഓക്കെ, എടുത്തു. ബ്രഷിൻ്റെ ഇവിടെ അടിയിൽ നൈസായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. കാരണം ആ വിരൽ നല്ല ടച്ച് ചെയ്യുന്ന ഏരിയാസിൽ നല്ല കറുപ്പ് കളർ കൊടുക്കണം. മൗസ് ചെറിയ പ്രശ്നമുണ്ട്, തന്നെ പോയിട്ടൊരു പുതിയ മൗസ് വാങ്ങണം. ഓക്കെ, കൊടുക്കുക. അതേപോലെ ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നൈസായിട്ട് കൊടുക്കണം. ഇങ്ങനെ നീണ്ടു വരും ഈ ഷാഡോ. ഇവിടെ ചെറിയ അപാകത പറ്റി, കാരണം അവിടെ ഷാഡോ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഷാഡോ ഇവിടേക്കാരം വരിക. നമ്മൾ ഒപ്പാസിറ്റി കുറക്കണം, ഫ്ലോയും അത്യാവശ്യം കുറക്കണം കേട്ടോ ചില സമയത്ത്. ഓക്കെ, നമുക്കിത് മൾട്ടിപ്ലൈ ആക്കണം. ഇവിടെ ചെറിയൊരു ഇത് കുറക്കണം. ഇറേസിനും അതേപോലത്തെ ഫ്ലോയും ഒപ്പാസിറ്റിയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടു നമുക്ക് നല്ല സ്മൂത്തായിട്ട് ആ ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കൈയിൻ്റെ ഒരു ഇത് കണ്ട ഷാഡോ, അതേപോലെ ഈ കൈയിനും കൊടുക്കണം. അത് ഞാൻ സ്പീഡാക്കിയിട്ട് ചെയ്യാൻ പോണേ.
ഓക്കെ, നമ്മളങ്ങനെ കുറച്ച് ഷാഡോ അതിൻ്റെ ഇടയിലും കൊടുത്തു. ഇനി ഇവിടെയും നമുക്ക് കുറച്ച് ഷാഡോ കൊടുക്കാം, ഇയാൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അറിയാം, ഈ ഈ ഒരു ടൈൽസിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ ഒരു ലെയർ ഈ ടെക്സ്ചറിൻ്റെ മുകളിലായിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ എക്സ്പോഷർ എടുത്തിട്ട് കുറച്ച് എക്സ്പോഷർ കുറക്കുക. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആക്കി നോക്കുക. മൾട്ടിപ്ലൈ ആക്കി നോക്കുമ്പോൾ പ്രശ്നമാണ്. മൾട്ടിപ്ലൈ ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൺട്രോൾ ഐ അടിക്കുക. എന്നിട്ട് ബ്രഷ് എടുക്കുക. നമുക്ക് ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ മൊത്തത്തിൽ ആദ്യം ഒന്ന് ഒരിത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഗ്രാജുവലി ആ ഒരു ഷാഡോ ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, മുകളിലുള്ള ലൈറ്റ് അവിടെ കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടു. കണ്ടോ, ഇതാണ് അതിൻ്റെ ഷാഡോ വരിക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് മാസ്ക് എന്ന് അറിയാൻ പറ്റും കേട്ടോ. കേട്ടോ, നമ്മൾ മാസ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് ഇതേ ടെക്സ്ചർ ഈ ഇരുമ്പിന് കൊടുക്കണം, അല്ല ഈ ഒരു ടേബിളിന്. അപ്പോൾ നമ്മൾ ആ ടെക്സ്ചർ എടുത്തിട്ട് മുകളിൽ കൊണ്ടുവരിക. ഞാൻ ഈ ഇതിനെ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഫ്രെയിമിന് ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്ചർ തന്നെ കേട്ടോ അതിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നത്. കാരണം ആ ഒരു മറ്റേ ബ്ലെൻഡിഫ് അതേപോലെ നമുക്ക് മുകളിലേക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ടേബിളിലേക്ക്. അപ്പോൾ നമ്മൾ ടേബിളിനായിട്ട് കൊടുക്കുക. ടേബിളിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നായിട്ടാണ് കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കണ്ട. ഇങ്ങനെ കൊടുത്താൽ എന്താ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. അങ്ങനെ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുത്തോ, അങ്ങനെ കൊടുക്കുക. ക്ലിപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഗണ്ണ് കൺട്രോൾ എ അടിച്ചിട്ട് കോപ്പി ചെയ്ത് നേരെ നമ്മളെ ഫോട്ടോ റൂമിലേക്ക് വരിക. പേസ്റ്റ് ചെയ്യുക, ഇത് കളയുക, സേവ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സേവ്, ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. കൺട്രോൾ പ്രസ് ചെയ്ത് തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരിക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ആൻഡ് മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ വെറുതെ സെലക്ട് ആൻഡ് മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത് വെറുതെ ലോഡാവാൻ നിൽക്കും. ഇത്രയും ഒരു സെലക്ഷൻ വിൻഡോ എനിക്കിഷ്ടമല്ല. ഈ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ സെലക്ഷൻ വിൻഡോ എനിക്ക് നമ്മുടെ പഴയ ഈ സാധനമാണ് ഇഷ്ടം, റിഫൈൻ എഡ്ജ്. ഇതാകുമ്പോൾ ഒറ്റ ചെറിയ വിൻഡോ തന്നെ എല്ലാ പരിപാടിയും നടക്കും. ഓക്കെ, നമ്മൾ കുറച്ച് കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് സെലക്ഷൻ ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക, മാസ്ക് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇതും ഉള്ളിൽ കയറുക. ഇത് നമ്മൾ ചെയ്യണതിന് മുമ്പേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഒരു മിനിറ്റ്. ഈ സാധനം നേരത്തെ പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം ഇതിൻ്റെ ഒറിജിനലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്മാർട്ട് ഒബ്ജക്റ്റും കൂടി എനിക്ക് വേണം. ക്ലിക്ക് ചെയ്യുക, അത് ഹൈഡ് ചെയ്യുക. മുകളിലത്തെ നമ്മൾ സെലക്ഷൻ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഹൈഡ് ചെയ്ത് സെലക്ഷൻ കൊടുത്ത് സ്റ്റാൻഡേർഡ് ഡൗൺലോഡ്, സേവ് എന്നിട്ട് വരിക, സെലക്ഷൻ കൊടുക്കുക, എടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇത് ഞാൻ എന്തിനാണ് മറ്റേത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഈ ഷാഡോ വേണം. ആ ഷാഡോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ടൈല്, ഈ ഒരു പെട്ടി, എന്താ പെട്ടിയാണ്, എന്താണ് ഈ സോപ്പ് വെക്കുന്ന സാധനത്തിന് പറയാൻ എനിക്കറിയില്ല. അറിയാം, പക്ഷെ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കുക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ആക്കി നോക്കുക, ഓവർലേ ആക്കി നോക്കുക, ഒക്കെ ചെയ്ത് നോക്കുക. അതാ ഓവർലേ ആക്കി നോക്കി ഏകദേശം കറക്റ്റാണ്. കേട്ടോ, നമുക്ക് മാസ്ക് ഹൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഭാഗം മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. കണ്ടാ, പറ്റുന്നുണ്ട്. അതിനാണ് ഞാൻ എടുത്തത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ ഗണ്ണിന് ഒരു ഷാഡോ കൊടുക്കാം. ഓക്കെ, ഗണ്ണ് സെലക്ട് ചെയ്തിട്ട് അടിയിലൊരു ലെയർ ഉണ്ടാക്കിയിട്ട്
നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ഡാർക്കസ്റ്റ് കളർ ആട്ടോ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കാം അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, ഒപ്പാസിറ്റി ഫ്ലോ ഒക്കെ കുറച്ച് ആദ്യം നമ്മൾ കോണ്ടാക്ട് ഷാഡോ ഉണ്ടാക്കണം. കോണ്ടാക്ട് ഷാഡോ എന്ന് പറഞ്ഞാൽ ആ നിലത്ത് തട്ടി നിൽക്കുന്ന ഭാഗം, അതിന് നമ്മളൊരു ഷാഡോ ഉണ്ടാക്കുക. നിലത്ത് തട്ടി നിൽക്കുന്ന ഭാഗത്തിന് മാത്രം കേട്ടോ. അങ്ങനെ കൊടുത്ത് ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് ഓരോ സമയത്തും ഓരോന്നാട്ടാ. നമുക്കിങ്ങനെ എപ്പോഴും ഒരേമാതിരത്തെ ഒപ്പാസിറ്റിയും ഫ്ലോയും നമുക്ക് നടക്കൂല. ഓക്കെ, കൊടുത്ത് ഇനി നമുക്ക് ഇപ്പോൾ ടച്ച് ഷാഡോ ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് ഗ്ലോബൽ ഷാഡോ വേണം. ഗ്ലോബൽ ഷാഡോക്ക് നമുക്ക് ഒപ്പാസിറ്റി ഒരു 30, ഫ്ലോ ഒരു 10 മതി. ഗ്ലോബൽ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇത് നിൽക്കുന്ന ഏരിയാസ് ഒന്ന് ഡാർക്കായി പോകും. മനസ്സിലായ? തോക്ക് നിൽക്കുന്ന ഏരിയാസിൻ്റെ മൊത്തം അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡാർക്ക്നെസ് ഇതിൻ്റെ ചുറ്റോറം കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനൊക്കെ മൾട്ടിപ്ലൈ ആക്കുക. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളയിൽ നിന്നും നമുക്ക് വിസിബിൾ ആക്കണം. നമുക്കിത് കുറച്ച് എന്നിട്ട് ഇൻക്രീസ് ആക്കണം. കണ്ടോ? മനസ്സിലായ? ആ ഒരു ഇൻക്രീസ് അവിടെ വെച്ച്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതുണ്ടല്ലോ ഗണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ പോലെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്ററിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെയിം ടെക്സ്ചർ തന്നെ ഈ ഒരു ഗണ്ണിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. നമുക്ക് നോക്കാം. ആ ഗണ്ണിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. കണ്ടോ? അങ്ങനെ ഒന്നായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കങ്ങനെ ഏതൊക്കെ ഏരിയാസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ തോക്ക് ചെരിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഗണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. കണ്ടോ? കവർ രീതിയിൽ കൊടുത്തിട്ട് അത് ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ആക്കിയിട്ട് മാസ്ക് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നമുക്ക് ഇതിൻ്റെ ഡാർക്ക്നെസ് വരുന്ന ഏരിയാസ്, അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഷാഡോ വരും, അവിടെ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഷാഡോയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഒരു എക്സ്പോഷർ എടുത്തിട്ട് ഇത് ക്ലിപ്പ് ചെയ്യുക. ആ ഷാഡോ വരുന്ന ഏരിയാസിൽ നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുക. മൾട്ടിപ്ലൈ ആക്കി കൊടുത്തു നോക്കാം. മൾട്ടിപ്ലൈ ആക്കണ്ട, മൾട്ടിപ്ലൈ ആക്കാതെ കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട് ഈ എക്സ്പോഷർ പോലെ തന്നെ. അതിലാണ് നമ്മൾ ആ ടച്ച് ഷാഡോ കറക്റ്റ് ആക്കുക. ഒരു എക്സ്പോഷറും കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറായിട്ട് ആഡ് ചെയ്യുക. നല്ലോണം കുറക്കുക. ഓക്കെ, എത്ര കുറക്കണം. എന്നിട്ട് കൺട്രോൾ ഐ അടിച്ച് ബ്രഷ് എടുക്കുക. ഇനി നമുക്ക് ഇവിടെ നല്ലോണം ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഡാർക്ക്നെസ് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അടിഭാഗത്ത് കൊടുക്കുക. ഇപ്പോഴും ആ ഷാഡോ കറക്റ്റ് ആയിട്ടില്ല തോന്നുകയാണെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട് അല്ലേ, മുകളിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഏരിയ ഒരു ഗണ്ണിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗണ്ണിൻ്റെ ഒരു സെലക്ഷൻ എടുക്കുക. ഓക്കെ, ഗണ്ണിൻ്റെ സെലക്ഷൻ എടുക്കണ്ട, ഗണ്ണ് തന്നെ എടുത്തോ.
ഗണ്ണിനെ എടുത്ത് താഴത്തേക്ക് എടുക്കുക. ഓക്കെ, ഈ ഗണ്ണ് നൈസായിട്ടൊന്ന് ഇങ്ങനെ താഴത്തേക്ക് എടുക്കുക. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരും, കാരണം ഒരു മെറ്റൽ സാധനമല്ലേ. നൈസായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ കൊടുക്കുക. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഒരു മോഷൻ കൊടുക്കുക. നൈസായിട്ടുള്ളൊരു മോഷൻ കൊടുത്തിട്ട്, കാരണം മെറ്റലല്ലേ, മെറ്റലിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് നൈസായിട്ട് ഇതിൻ്റെ ലൈറ്റ് ഏരിയാസിൽ നിന്ന് അതൊന്നിങ്ങനെ കുറച്ച് ഇതാക്കിയാൽ എന്താ ആ ഗണ്ണിൻ്റെ ആ ഒരു ഷാഡോ അങ്ങനെ കറക്റ്റായിട്ടാണ് വന്നോളൂ. എന്നിട്ട് മാസ്ക് കൊടുക്കുക. എവിടെയാണോ നമുക്കത് വേണ്ടത് അപ്പോൾ അവിടെ മാത്രം നമ്മൾ കൊടുക്കുക. അപ്പോൾ നല്ല പക്ക ഒറിജിനലായിട്ട് അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഇത് മറന്ന് നമ്മൾ, ഓക്കെ, ഇതിനും അതേപോലത്തെ ഒരു ടെക്സ്ചർ കൊടുക്കണം കേട്ടോ. ഞാൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇടട്ടെ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു സാധനം കുറച്ചുകൂടി കുറക്കണം, കാരണം ഭയങ്കര ഹെവി ആയിട്ടാണ് ആ ഒരു മെറ്റൽ നിൽക്കുന്നത്. അതായത് ഹെവി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തിളക്കം പോലെയാണ് നിൽക്കുന്നത്, ഒരു റസ്റ്റി ഒരു ടെക്സ്ചർ ആയി വരുന്നില്ല. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈയും കൂടി മാറ്റിയിട്ട് ഒരു ഓവർലേ, സോഫ്റ്റ് ലൈറ്റ് ഓവർലേ ഒക്കെ നോക്കട്ടെ ഞാൻ കേട്ടോ. ഓവർലേയും കൂടി ഇട്ടോക്കട്ടെ, കാരണം അതൊന്നും ഒരു സുഖമായിട്ട് വരുന്നില്ല, കാരണം ഒരു മെറ്റൽ സാധനമായിട്ട് വരുന്നില്ല. നമുക്ക് അതിനൊരു മെറ്റൽ സാധനം കൊണ്ടുവരാം കേട്ടോ. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, മെറ്റൽ ടെക്സ്ചർ, അത് തന്നെ ഇതെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, മെറ്റൽ ടെക്സ്ചർ വെച്ചിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ആക്കല്ല, ഇത് തന്നെ നമുക്കൊരു ഷവറാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു സിലിണ്ടർ ആക്കാം. സിലിണ്ടർ എഫക്റ്റ് കൊടുത്ത് നോക്കാം. ഇവിടെ എവിടെ ഇപ്പോൾ ഇതിൻ്റെ ആ കുനിപ്പ് കാണില്ല, ഇത് തന്നെയാണല്ലോ കുനിപ്പ്. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കട്ടെ. റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഏകദേശം കറക്റ്റായി. ഓക്കെ, ഇനി ഇതൊന്ന് ബ്ലെൻഡിഫ് അടിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിങ്ങോട്ടും കൊടുന്നാലാ അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത് പോട്ടെ, ഈ ഒരു ടെക്സ്ചർ മാത്രം മതി ആ ഭാഗത്ത് നമുക്ക്. എന്നാലും അതെന്നെ വളരെ വളരെ ബോധമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഷവർ വേറെ തപ്പി നോക്കാം. ഒരു റസ്റ്റി ഷവർ ഞാൻ തപ്പി നോക്കട്ടെ കേട്ടോ. ഇത് കൊള്ള തോന്നുന്നു, നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സംഭവമാക്കിയിട്ട് നോക്കാം. ഇതാദ്യം ഒന്നേ കട്ട് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു താഴത്തേക്ക് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടേ
ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് വന്നാൽ ഒട്ടച്ചോനെ അത് പണിയാവും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഭാഗം നമുക്ക് ഒരു ലെയറാക്കാം. എന്നിട്ട് ഒരു പൊടിക്ക് ലെയറായിട്ട് നൈസായിട്ടൊന്ന് ബ്ലർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിൽ ടെക്സ്ചർ കൊടുത്ത് നോക്കാം. ഇപ്പം കണ്ട, ഇപ്പം നൈസായില്ലേ? ഇപ്പം നല്ല റസ്റ്റി ടൈപ്പ് സാധനമായി മാറി. യെസ്, അങ്ങനെ എടുത്ത് ഓക്കെ. ഇനി ഈ മുകളത്തെ ഭാഗമല്ലേ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അതേപോലെ തന്നെ എടുത്തിട്ടേ മുകളിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇനി വേറൊരു സാധനം കൂടി ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്, ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ, അല്ല വിൻഡോൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കത് ആ അപകടങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു ഗ്ലാസ് ആണല്ലോ, അപ്പോൾ ഗ്ലാസ് ആണല്ലോ വരിക അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറച്ച് ഒരു ഷാഡോ വരും, അത് കൊടുക്കണം. ചെറുതായിട്ടേ വരുള്ളൂ കേട്ടോ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതൊക്കെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ല മറ്റേ മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തപ്പോൾ എന്തായിരുന്നു, ഇവിടെ ഒരു ചെറിയ ഷാഡോ വരും കേട്ടോ. കാരണം ആ ടേബിൾ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നൈസായിട്ട് കൊടുക്കുക, മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണാടിക്കുള്ള എഫക്റ്റ് കൊടുക്കാം കേട്ടോ. കണ്ണാടിൻ്റെ എഫക്റ്റിന് ഞാനിവിടെ ഒരു ലെയർ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാൻ പറ്റുമോ അറിയില്ല, കൊടുത്തു നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഉണ്ട്, ഇതവിടെ ഉണ്ട് കേട്ടാ. ഇത്രയും ഭാഗം കൊടുത്തിട്ട് കൊടുത്തു നോക്കാം. പക്ഷെ ഇത്ര വലിയ ബബിള് കണ്ണാടിക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത്ര ഉണ്ടാവില്ലല്ലോ. ഈ ബബിൾ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇത് കൊടുത്തു നോക്കാം. ഇതാകുമ്പോൾ നല്ല കളറും ഉണ്ട്. ആ കളർ അതിന് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ ഫ്രെയിമിൻ്റെ താഴത്തേക്കാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഒന്ന് താഴത്തേക്ക് ഇട്ടോക്കാം. യെസ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇതൊന്നേ ഓവർലേ ആക്കിയാലുണ്ടാവും, നോക്കട്ടെ. ഓവർലേ അല്ല ആക്കേണ്ടത്, സ്ക്രീനാണ് ആക്കേണ്ടത്. സ്ക്രീൻ എടുത്തിട്ട് ഇത് Ctrl U അടിച്ച് സാച്ചുറേഷൻ കുറക്കുക. എന്നിട്ട് Ctrl L അടിച്ച് നോക്കുക എങ്ങനെ ചെയ്താലാണ് ഡീറ്റെയിലിങ്സ് ആവാതെ നമുക്ക് ഈ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാൻ പറ്റണമെന്ന്. യെസ്, ഓക്കെ. നമുക്ക് വേണ്ട ഏരിയാസിൽ മാത്രം ആ ഒരു ഇത് കൊടുത്താൽ മതി. ബ്രഷ് എടുക്കുക, അങ്ങനെ കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അപാകത മറക്കുക എന്നുള്ളത്. ഓക്കെ, നൈസായിട്ട് കൊടുക്കുക. ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊടുക്കണം. ഗ്ലാസിൻ്റെ എഫക്റ്റ് ഇത് കൊടുക്കുക. ഈ ഗ്ലാസിൻ്റെ എഫക്റ്റ് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഒന്നും അറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വർക്കാവുന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടുപോകണം കേട്ടോ. ഒന്നും വർക്കാവുമെന്ന് അറിയില്ല. സ്ക്രീന് ഇങ്ങനെ കൊടുത്താലോ, അങ്ങനെ കൊടുത്താൽ അത് വലിയ കുഴപ്പമില്ലാതെ തോന്നണോ. നമുക്കിത് സാച്ചുറേഷൻ കുറച്ച് നോക്കാം. ഇത് ഓക്കെ തോന്നണം കേട്ടോ. ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്.
ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റിലും മൂവി ക്രെഡിറ്റൊക്കെ ഇതിൽ കൊണ്ടുവന്നിടാം കേട്ടോ. ആദ്യം ടൈറ്റിൽ ഉണ്ടാക്കാം. നമ്മൾ നേരെ ഇനി ടൈറ്റിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇല്ലുസ്ട്രേറ്റർ എടുക്കുക. ഏതെങ്കിലും ഒരു ഇത് തുറക്കുക. കറ എന്നല്ലേ നമ്മളുടെ ടൈറ്റിൽ. അപ്പോൾ ആദ്യം ഒന്ന് കറ എന്ന് എഴുതി നോക്കുക. ബ്രഷ് ടൂൾ കൊണ്ടൊക്കെ എന്താ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തിട്ട് അങ്ങനെ നെയ്ത് ഇത് വേണമെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇത്ര വരുമോ? കുറച്ച് നീളം വേണ്ടേ? കുറച്ച് നീളം ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്കിതിന്ന് ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടി നോക്കാം. ഇതിൻ്റെ നീളം ഇതിൻ്റെ നീളം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് വേണമെങ്കിൽ കുറച്ച് അടുപ്പിക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് നീട്ടാം. ഇത് വേണമെങ്കിൽ കുറച്ച് നീട്ടാം. ഇത് രണ്ടും വേണമെങ്കിൽ കുറച്ച് താഴത്തേക്ക് ഇടാം. ഇതൊന്ന് മുകളിലേക്കൊന്ന് താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ. ഇത് ഇത്ര ഗ്യാപ്പ് വേണ്ട. കറ ഇത് നമുക്ക് റൗണ്ടാക്കി നോക്കണോ? കറ അത് കുറച്ച് താഴത്തേക്ക് ആക്കിയാൽ എന്തെങ്കിലും ഒരു കഥ ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ബ്ലഡിൻ്റെ കറയാണല്ലത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒരു ബ്ലഡ് ടൈപ്പ് സാധനമാക്കണമെങ്കിൽ നന്നാവും. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഉണ്ടല്ലേ. ഓക്കെ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യട്ടെ. ഇല്ലസ്ട്രേറ്ററിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിനൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാം. ഓക്കെ. സ്ട്രോക്ക് ആഡ് ചെയ്താൽ ഇവിടെ നമുക്ക് ചാർക്കോൾ ഫെദർ കിട്ടും. ചാർക്കോൾ എടുക്കുക. ഇതുണ്ടോ? അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഇത് കിട്ടും. ഓക്കെ. ഇനി ഇതങ്ങോട്ട് താത്തുക. ഇതങ്ങോട്ട് പൊന്തിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നൈസായിട്ടുള്ളൊരു ടൈറ്റിൽ കിട്ടും എന്നാണ് തോന്നുന്നത്. യെസ്, നൈസായിട്ടാ. ഇത് നൈസായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കോപ്പി എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. പേസ്റ്റ്. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോര ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു ചോരക്കറയാക്കത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ടെക്സ്ചറൊക്കെ ആഡ് ചെയ്തിട്ട് രക്തത്തിൻ്റെ മാതിരി കൊടുക്കുക. നമുക്ക് ആദ്യം ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറ്റി നോക്കാം കേട്ടോ. ഞാനിവിടെ ലെയർ സ്റ്റൈൽ എടുത്ത് ലെയർ ഒപ്പാസിറ്റി ഫുള്ള് 0 ആക്കിയിട്ട് കളർ ഓവറിൽ എടുക്കുക. എന്നിട്ട് റെഡ് കളറാക്കുക. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ. മൾട്ടിപ്ലൈ ആക്കിയാൽ ഇവിടെ ചോരക്കറ ഇങ്ങനെ ഇറങ്ങണ മാതിരി തോന്നും. ഒന്നും കൂടി ഇത് കുറക്കണോ? ഓക്കെ, കുഴപ്പമില്ല. നൈസ് ആയിക്കണോ? ഓക്കെ, നൈസ്. നമുക്കിതേ എന്താ പറയുക, കുറച്ച് ടെക്സ്ചറും കാര്യങ്ങളും വരുത്തണതുമ്മേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അണ്ടർലൈൻ ലെയർന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അത് രക്തക്കറ മാത്രമാക്കി മാറണം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറ. യെസ്. പക്ഷേ ഈ മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. കായും റായും സെപ്പറേറ്റ് ഡീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അണ്ടു അടിച്ച് അതിൻ്റെ മുഖത്ത് നിന്നും നമുക്ക് മാസ്ക് ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ മാത്രം നമുക്ക് എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്. ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മാത്രം എടുക്കാം. യെസ്. നമുക്ക്
ഈ രണ്ട് സാധനം നമുക്ക് ഇറങ്ങി വരണ്ടേ താഴത്തേക്ക്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് ഒന്ന് ഹൈഡ് ചെയ്യാം, ആ ഒരു ഭാഗം മാത്രം. നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റി പിടിക്കണം. കളറ് കറാന്ന് തോന്നണില്ലേ? തോന്നുന്നുണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിതിന്ന് ആ ഒരു സാധനം ഒഴുകി വരുന്ന മാതിരി തോന്നണം. അതാണ് ഇപ്പോൾ ഇതിൽ വേണ്ടത്. നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് രണ്ടും പാടെ എനേബിൾ ചെയ്യുക, എന്നിട്ട് താഴത്തേക്ക് കൊണ്ടുവരിക. ഇത് നമുക്കൊന്ന് നീട്ടാം ടൈറ്റിൽ. ഓക്കെ, അത് ആ കണ്ണാടിൻ്റെ മേത്തേക്കുള്ളത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോയി ചെയ്യണത്. നേരെ ഇവിടെ എത്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പം ഇങ്ങനെ കിട്ടും. എന്നിട്ട് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് ബ്രഷ് എടുക്കുക. ഇങ്ങനത്തെ ബ്രഷ് ഉണ്ടാവും. ആ ബ്രഷൊക്കെ ഞാൻ തരാം കേട്ടോ. ഇതൊക്കെ എൻ്റെ കളക്ഷനിലുണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്തിട്ടേ ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യുക. അതാണ് മാസ്കിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അത്രയും ചെയ്തിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് മാസ്ക് ചെയ്യുക, എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കളർ കൊണ്ട് എടുക്കുക. അതാണ് നല്ലത്. ഇനി നമുക്ക് ഈ മാസ്ക് ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കണം. യെസ്, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, പക്ഷേ എന്തോ ഒരു പ്രശ്നം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആകുമ്പോഴാണ് നന്നാവും അല്ലേ? ഓക്കെ, അത് വേണ്ട, നമുക്ക് ഒലിക്കണ്ട. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് മൂവി ടൈറ്റിൽ അല്ല ക്രെഡിറ്റ്സ് ഇവിടെ ആഡ് ചെയ്യണം. ക്രെഡിറ്റ്സ് ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതെടുത്ത് നോക്കാം. ഈ സാധനം എടുത്ത് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ടെക്സ്ചറിൻ്റെ ഒരു കളി ഇവിടെയും കൊണ്ടുവരട്ടെ. ഏറ്റവും മുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്ചർ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കൊണ്ടുവരാം. കണ്ടോ? ഇനി നമുക്ക് നൈസായിട്ട് എവിടേക്കാണോ ടെക്സ്ചേഴ്സിൻ്റെ ഒരു ഇത് വേണ്ടത് അത് നമുക്ക് നൈസായിട്ട് കൊണ്ടുവരാം. ഫ്ലോ കുറച്ച് സാധാരണ നോർമൽ ബ്രഷ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ മുകളിലായിട്ട് ലൈറ്റ് എന്തായാലും വരുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് രക്തക്കറകൾ എടുക്കണം കേട്ടോ. ബ്ലഡിൻ്റെ ഒരു ഇത്. ഇപ്പം നമുക്ക് ബ്ലഡ് എന്താ വരാത്ത റസ്റ്റി ബ്ലഡ് റസ്റ്റി ബ്ലഡ് നടിച്ച പോകുന്നല്ലോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലഡ് മാത്രം മതി. ബ്ലഡ് ഓൺ വാൾ. യെസ്, ഇതെടുത്ത് നോക്കാം. കോപ്പി കോപ്പി ഇമേജ്. യെസ്, ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ടെക്സ്ചർ കൊടുക്കാനുള്ളത് മാത്രമാണ് കറ. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലഡ് മാത്രം നേരത്തെ ആ ഒരു മെത്തേഡിലൂടെ എടുക്കണം. സേവ് കൊടുക്കുക, ചാനൽസ് എടുക്കുക, ഗ്രീൻ എടുക്കുക, കൺട്രോൾ-I, ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, സെലക്ഷൻ കൊടുക്കുക, ഇതെടുത്ത് പേസ്റ്റ്.
മാത്രം കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഏരിയാസിൽ മാത്രം നമുക്ക് കളഞ്ഞാൽ പോരെ. ഓക്കെ, ഓക്കെ. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവ രണ്ടും സെലക്ട് ആയില്ലേ, ഗ്രൂപ്പ് ഇടാം. രണ്ടും സെലക്ട് ചെയ്തിട്ട് നൈസായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. യെസ്, ഓക്കെ. ഈ ടെക്സ്ചർ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ടെക്സ്ചർ അല്ല, ഗ്ലാസ് കുറച്ച് ഇരുന്നോട്ടെ അല്ലേ. ഇതിൻ്റെ ഒറിജിനൽ ഇത് വേണ്ടല്ല, വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ഇനി നമുക്കിതിന് മൊത്തത്തിലേ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കണം. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് അടിക്കുക. യെസ്, മൊത്തം സെലക്ട് ചെയ്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് അടിച്ച് ഇനി ഇതിൻ്റെ കുറച്ച് സ്മാർട്ട് ഒബ്ജക്റ്റിലുള്ള എന്താണ് ക്യാമറ റോ ഫിൽട്ടർ ആഡ് ചെയ്യണം കുറച്ച്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് ടെമ്പറേച്ചർ ആഡ് ചെയ്യാം, കുറച്ച് വൈബ്രൻസ്, കുറച്ച് സാച്ചുറേഷന്, ബ്ലാക്ക്സ് കുറച്ച് കുറക്കണം, എക്സ്പോഷർ കുറച്ച് കൂട്ടണം, കോൺട്രാസ്റ്റ് ഉണ്ടായിക്കോട്ടെ, ഷാഡോ വേണ്ട, കുറച്ചാണ്, കാരണം കുറേ ഡീറ്റെയിൽ കാണാൻ പാടില്ല. ടെക്സ്ചർ അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ, ഡിഹേസ് നമുക്ക് കുറച്ച് കുറക്കാം, അല്ല കുറച്ച് കൂട്ടാം. ഓക്കെ, കുഴപ്പമില്ല. ഫിൽട്ടർ നമുക്ക് നോക്കട്ടെ. ഹൈലൈറ്റ് വേണ്ട. ഇനി നമുക്ക് ബാലൻസ് കുഴപ്പമില്ല, കുറച്ച് ഷാർപ്പൻസ് ഉണ്ടായിക്കോട്ടെ. ഷാർപ്പൻസ് ആൾവേസ് എ ഗുഡ് തിങ്. ഇനി നമ്മൾ കുറച്ച് ഗ്രെയിൻസ് ഇടണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ മൂവി പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? നൈസായി വന്നില്ലേ? നമ്മൾ ഉദ്ദേശിച്ച കഥകളും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കിട്ടും, എന്താണ് ഈ സാധനം എന്നുള്ളതൊക്കെ. ഇത് അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നണമെന്നില്ല. എന്നാലും നമ്മളെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ, ആദ്യം വരച്ച് പിന്നെ അതിന് ഇങ്ങനെ വന്ന് നമ്മൾ ഈ മൂവി പോസ്റ്റർ ആയ ഒരു ലെവൽ, ഇങ്ങനെയാണ് സംഭവം നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.